ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളും നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു ചീരത്തോരൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു പച്ച ചീര വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. എൻ്റെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ചീരത്തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു ചെറിയ കെട്ട് ചീരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചീര നല്ലതുപോലെ വെള്ളത്തിലിട്ട് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. അതിനുശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. ഈ ചീര എൻ്റെ വെജിറ്റബിൾ ഗാർഡനിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ഒട്ടും മരുന്നൊന്നും അടിക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചീരയാണിത്. ഇതുകൊണ്ട് കറി വെച്ചാൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി തോരനായിട്ട് വേണ്ടത് 3/4 കപ്പ് തേങ്ങാപ്പീര, 3 അല്ലി ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് തേങ്ങാപ്പീര, ചെറിയ ജീരകം, ഉള്ളി, വെളുത്തുള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി മിക്സി മൂടി ഇതൊന്ന് അരച്ചെടുക്കണം. അരക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ അരിഞ്ഞു പോരുന്നു, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ തേങ്ങയിൽ കാണുന്ന പോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒട്ടരഞ്ഞൊന്നും പോയിട്ടില്ല. ഇതുപോലെ വേണം നമ്മൾ തോരനായിട്ട് ചതച്ചെടുക്കാനായിട്ട്. ഇനി അരച്ചെടുത്തത് നമുക്ക് മാറ്റി വെക്കാം. ഇത് കറി താളിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത്, കറിവേപ്പില, പച്ചമുളക്, ഉണക്കമുളക് 2ആയിട്ട് കീറിയത്, കടുക്, അരി. കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് അരിയും കൂടെ നമ്മൾ പൊട്ടിക്കുന്നുണ്ട്. കടുകിൻ്റെ കൂടെ അരിയും കൂടെ പൊട്ടിക്കുമ്പോഴത്തേക്കും ഈ തോരനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് പാകത്തിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരിയും കൂടി ഇട്ട് പൊട്ടിക്കണം. അരി നന്നായിട്ട് മൂത്ത് ഇതുപോലെ പൊട്ടി വരണം. അരി നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലെ നല്ല വൈറ്റ് കളർ വരും, നല്ല ഇങ്ങനെ വിടർന്ന് വരും. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പച്ചമുളക്, കറിവേപ്പില, സവാള, ഉണക്കമുളകും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മൂപ്പിക്കാം. സവാളയും പച്ചമുളകെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർക്കുമ്പോഴത്തേക്കും സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. വീണ്ടും നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് മൂത്ത് കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും കൂടി ചേർത്ത് കൊടുക്കാം. ചീര ചേർത്ത് കഴിഞ്ഞ് ഒന്ന് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പാൻ ഒന്ന് മൂടി വെക്കണം. കൂടുതൽ സമയമൊന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചാൽ മതി. കൂടുതൽ സമയം മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ചീരയുടെ പച്ച കളറൊക്കെ നഷ്ടപ്പെടും. ഇനി മൂടി മാറ്റിയതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ചീരയുടെ നടുക്ക് ഇതേപോലെ ഒരു കുഴി പോലെ ആക്കിയതിന് ശേഷം അതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. തോരൻ കൂടുതൽ ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കരുത്. അതിന് ശേഷം ചീര ഇതുപോലെ സ്പൂൺ കൊണ്ട് അതിൻ്റെ പുറത്തേക്ക് പൊത്തി വെച്ച് കൊടുക്കണം. അതിന് ശേഷം പാൻ മൂടി 2-3 മിനിറ്റും കൂടെ കുക്ക് ചെയ്യാം. മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പാൻ്റെ മൂടി മാറ്റി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചീര ഏകദേശം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മൂടിയൊന്നും വെക്കേണ്ട കാര്യമില്ല. ഇതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അതിൽ വെള്ളമെല്ലാം വറ്റിച്ച് ഡ്രൈ ആക്കി എടുക്കാം. ചീര നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. പക്ഷെ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും ചീരത്തോരൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഹെൽത്തിയും നല്ല ടേസ്റ്റിയുമായി നമ്മുടെ ചീരത്തോരൻ റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ചീര വാങ്ങാൻ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിവിടെ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് വെണ്ടക്ക സാമ്പാർ, ചീരത്തോരൻ, പാസ്ത കുർക്കുറെ,
പിക്കിള്, തൈരും പപ്പടവുമാണ്. വെണ്ടക്ക സാമ്പാർ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പാസ്ത കുർക്കുറെ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക്